ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി നൂഡിൽസ് ആയിട്ടാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. ഞാനിവിടെ നൂഡിൽസ്, ഉള്ളി, ക്യാരറ്റ്, ക്യാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളി, സ്പ്രിംഗ് ഓണിയൻ, പിന്നെ കുറച്ച് ചിക്കൻ, ചീസ്, പാല്, പിന്നെ മൈദ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇവിടെ ഞാൻ 5 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് വാട്ടിയെടുക്കാം. ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ വാട്ടണം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇത് നന്നായി വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെപ്പോഴും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് അങ്ങോട്ട് തീ കൂട്ടി വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കരുത്. ഇത് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയൊരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞ ഒരു ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കം. ഇത് രണ്ടും നല്ലേക്കൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ ആണെങ്കിൽ അതും എടുക്കാം. ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നല്ലേക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാം ഒന്ന് ചൂടായി വരുന്നത് വരെ നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവൊക്കെ നിങ്ങൾ ആവശ്യത്തിന് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നൂഡിൽസിന് വേണ്ട മസാല ഇവിടെ റെഡിയായി. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഒരു വൈറ്റ് സോസാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ബട്ടർ നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. ബട്ടറും മൈദയും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിങ്ങനെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്ന വിധത്തിൽ ഇത് രണ്ടും കൂടി നല്ലേക്കൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 2 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലേക്കൊന്ന് ഇളക്കി കട്ടയിലാതെ എടുക്കാം. എല്ലാം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇത് കട്ടയില്ലാതെ കിട്ടും നമുക്ക്. അത് ചൂടായി വരുന്നവരെ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക കട്ടയില്ലാതെ. അതിന് ശേഷം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എടുക്കുന്ന സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഞാനിവിടെ ഓർഗാനിക് മിക്സ്ഡ് ഹെർബ്സ് ആണ് എടുത്തിട്ടുള്ളത്, അതും ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഉള്ളവർ ഇത് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ള ട്രയാങ്കിൾ ചീസ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ചീസ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ട്രയാങ്കിൾ ചീസാണ് എടുത്തിട്ടുള്ളത്. അത് 3 ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സോസും ചീസും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എൻ്റെ ഇവിടെ നല്ലോണം ഒന്ന് കട്ടിയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുത്ത് നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം.
അപ്പോൾ നമ്മളെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലക്കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വൈറ്റ് സോസ് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലേക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എൻ്റെ ഇവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നൂഡിൽസ് വിത്ത് വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം.